മലയാളത്തിന്റെ സുഹൃതാക്ഷരം ഇനി ദീപ്തസ്മരണ. MTക്ക് സാംസ്കാരിക കേരളം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മലയാള സാഹിത്യത്തിന്റെ പെരുമ വിശ്വത്തോളം ഉയർത്തിയ മഹാനുഭാവന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് മലയാള നാട് നൽകിയത്. മരണവിവരമറിഞ്ഞ് രാത്രി മുതൽ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് വസതിയായ സിത്താരയിലേക്കും അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. MT ആഗ്രഹിച്ചതുപോലെ പൊതുദർശനം ഒഴിവാക്കിയിരുന്നെങ്കിലും പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവസാനമായി ഒരു നോക്കു കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആസ്വാദകരും ആരാധകരും ഒന്നായി ഒഴുകിയെത്തി. കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് സർഗപ്രതിഭയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കേരളത്തിന് തീരാനഷ്ടമാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കേരളത്തെയും മലയാളത്തെയും ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മുടെ സംസ്കാരത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാവുന്നതല്ല. MTയുമായുള്ള വൈകാരിക ബന്ധം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഓർത്തെടുത്തു. മലയാളത്തിന്റെ മണ്ണിൽ പിറന്ന് വിശ്വവിജയിയായി ഒരു മേഖലയിലല്ല ഒട്ടേറെ മേഖലകളിൽ മാറിയ മഹാനായ കേരളപുത്രനാണ്. അങ്ങനൊരു ബഹുമതി അവകാശപ്പെടാൻ എൻ്റെ വിനീതമായ വിലയിരുത്തലിൽ മറ്റൊരാളെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ ഇത്രയും സമഗ്രതയിൽ സാഹിത്യത്തെ മുഴുവൻ സാംശീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി മുഴച്ചു നിൽക്കുന്നത് എന്തിനോടുമുള്ള സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ്. അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ്. തനിക്ക് മികച്ച വേഷങ്ങൾ തന്ന എഴുത്തുകാരനാണ് MT എന്ന് മോഹൻലാൽ പറഞ്ഞു. ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. 2 ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. മലയാളത്തിന്റെ യശസ് ഉയർത്തിയ സാഹിത്യകാരന്റെ വിയോഗം വലിയ നഷ്ടമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മലയാള സാഹിത്യത്തിനും മുഴുവൻ മലയാളികൾക്കും ഒരു തീരാ നഷ്ടമാണ് MTയുടെ ദേഹവിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മലയാളത്തെ ലോകത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലെത്തിച്ച മഹാപ്രതിഭയായിരുന്നു. എല്ലാവരും ആ നിലയിലാണ് MTയെ കണ്ടിട്ടുള്ളത്. കഥകളും നോവലുകളും സിനിമകളും അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളൊന്നും തന്നെയില്ല. പകരം വെക്കാനില്ലാത്ത വിധം അനുഭവമാണ് അഭിന്യ ജീവിതമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു ഓരോ നിമിഷവും. എഴുത്തിന്റെ പെരുന്തച്ഛന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കേരളം യാത്രാമൊഴി ചൊല്ലിയത്. മലയാണ്മയുടെ സുഹൃതമുള്ള കാലത്തോളം അനശ്വരമാണ് MT എന്ന പുണ്യാക്ഷരമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു അന്ത്യയാത്രയുടെ കണ്ണീർ ചിത്രങ്ങൾ. MT എന്ന പുണ്യാക്ഷരം ഇനി ദീപ്തമായ ഓർമ്മ. ജനം, കോഴിക്കോട്.